നേതൃമാറ്റമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം പരസ്യമായി തള്ളി കെ സുധാകരൻ. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നും അധ്യക്ഷ പദവിയിൽ തുടരുമെന്നും കെ സുധാകരൻ പ്രഖ്യാപിച്ചു. KPCC അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇതോടെ KPCC അധ്യക്ഷ സ്ഥാനത്ത് പുതിയ ആളെ കൊണ്ടുവരാനുള്ള നീക്കം തൽക്കാലം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറും എന്നുള്ള ഒരു ചർച്ച ഇങ്ങനെ സജീവമായി നടക്കുന്നുണ്ട്. എന്തെങ്കിലും അടിസ്ഥാനം ആ ചർച്ചയ്ക്കുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അതാ നിങ്ങളോട് ചോദിക്കുന്നു. എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? പലവട്ടം ഇങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിലും ഈ തവണത്തെ ചർച്ച പക്ഷേ ഹൈക്കമാൻഡിൽ നിന്നും താങ്കളോട് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഡൽഹി ചർച്ചയിൽ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉയർന്നു വന്നിരുന്നു? ഡൽഹി ചർച്ചയിൽ അങ്ങനെ ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. ഞാൻ KPCC അധ്യക്ഷനായി വന്നതിന് ശേഷം നടന്ന എല്ലാ തിരഞ്ഞെടുപ്പും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് തരാം വേണമെങ്കിൽ. കെ സുധാകരന് അനാരോഗ്യം മൂലം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാറും എന്നുള്ള തരത്തിലാണ് ചർച്ച. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റാത്ത അനാരോഗ്യം കെ സുധാകരനുണ്ട്? അങ്ങനെ മാറുമല്ലോ വേണ്ടത്. നേരം ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുമല്ലേ വേണ്ടത് അല്ലേ? അപ്പോൾ ഡോക്ടറെ കണ്ട് ചികിത്സിക്കണ്ടേ? KPCC പ്രസിഡന്റിനെ പറ്റി പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചർച്ച കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ട്? ഒന്ന് ഡൽഹിയിൽ പോയിട്ട് ഖാർഗെജിനെ കണ്ട തിരക്കുകളില്ല. അല്ല, അദ്ദേഹം അത് പറയേണ്ടത് അദ്ദേഹത്തോട് പറയണം എന്ന് പറയാനുള്ളൊരു അവകാശവും അധികാരവും എനിക്കില്ല. ഞാൻ വളരെ താഴെയാണ്. ഞാനൊരു സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാണ്, അദ്ദേഹം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. ഞാനിവിടെ നിന്നും ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിൽ പോയി ഖാർഗെജിയെ കണ്ട് പരാതി കൊടുക്കുന്നതിലും ഭേദം ഇത്തരം ചർച്ചകൾ അവസാനിപ്പിക്കാൻ ഇടപെടൽ ഉണ്ടാകണം. അങ്ങനെ ഒരു പരാതി ഉണ്ടോ? പിന്നീട് കേരളത്തിൽ കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവ് ലിജുവാണ്. ലിജുവോട് ചോദിച്ചിട്ട് ഇത് കണ്ടുമുട്ടുന്നത് കെ സുധാകരൻ്റെ അസാന്നിധ്യം പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു അസാന്നിധ്യം ഉണ്ടാകുന്നത്. ഞാൻ ഫീൽഡിലാണ്, ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ക്ഷീണം എല്ലാം സഹിച്ചും ഈ കഷ്ടപ്പാടുകൾ സഹിച്ചും ഈ പ്രത്യാഘാതങ്ങളെല്ലാം ഫേസ് ചെയ്തും ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാർട്ടി നിൽക്കരുത്, പാർട്ടി നിശ്ചലരാകരുത്, പാർട്ടിക്ക് കിട്ടേണ്ടുന്നതെല്ലാം എന്നിൽ നിന്ന് കിട്ടണം, ഞാൻ അതിൻ്റെ ആ രീതിയിൽ ഞാൻ സംസാരിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ്. പല പേരുകളും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആന്റണി, സണ്ണി ജോസഫ്, അങ്ങനെ പേരുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങ് പോയിക്കോളാം. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം തേടിയിരുന്നു ആരെങ്കിലും? ആരും തേടിയിട്ടില്ല. ആർക്കാണ് കെ സുധാകരനെ മാറ്റണമെന്ന് ഇത്ര നിർബന്ധം? അങ്ങനെ ആരെങ്കിലും അതും അന്വേഷിച്ചാൽ നിങ്ങൾക്കേ പിടി കിട്ടുള്ളൂ, എനിക്ക് കിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും കെ സുധാകരൻ തന്നെ കോൺഗ്രസിനെ നയിക്കും. അതാണോ പാർട്ടി പ്രവർത്തകർക്ക് നൽകാൻ? തീർച്ചയായിട്ടും. KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്നെ പാർട്ടിയെ നയിക്കും. ആണ്. എന്തായാലും കെ സുധാകരൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. ചർച്ചകൾ പലതും ഇങ്ങനെ നടക്കുമ്പോഴും KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടും എന്നുള്ളതാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനംപറമ്പിലും ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച ഇത് തന്നെയാണ്. KPCC അധ്യക്ഷൻ മാറുകയാണെങ്കിൽ ആരായിരിക്കും പുതിയതായി വരിക എന്നുള്ളത്. അമൽ, കെ സുധാകരനുമായി അമൽ ദീർഘനേരം സംസാരിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളായി പല മാധ്യമങ്ങളിലും പല ചർച്ചകളും പല അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട്. ഡൽഹിയിൽ ചർച്ച നടന്നു, കെ സുധാകരനെ അറിയിച്ചു, മാറാമെന്ന് സുധാകരൻ താല്പര്യം പ്രകടിപ്പിച്ചു, പകരമുള്ള പേരുകൾ വരെ ചർച്ച നടക്കുന്നു എന്നാണ്. ഈ ചർച്ചകളൊന്നും കെ സുധാകരൻ അറിഞ്ഞിട്ടില്ല അമൽ. ആര്യ, ക്രിസ്റ്റൽ ക്ലിയർ ആണ് കെ സുധാകരൻ്റെ പ്രതികരണം. അതിൽ അവ്യക്തതകളൊന്നുമില്ല. കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നു, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ കെ സുധാകരനാകുമോ നയിക്കുക എന്ന ചോദ്യത്തിന് അതെ എന്നുള്ളതാണ് മറുപടി. KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന് തന്നെ നയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അതും അതെ എന്നുള്ളത് തന്നെയാണ് മറുപടി. അതായത് തൽക്കാലം മാറുന്നത് സംബന്ധിച്ച വിഷയത്തിൽ കെ സുധാകരൻ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ഹൈക്കമാൻഡ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു ധാരണ ഉണ്ടായിരുന്നു, കെ സുധാകരൻ മാറി മറ്റൊരാൾ വരാനുള്ള ഒരു ചർച്ച അന്തിമഘട്ടത്തിലേക്ക് എത്തി, അങ്ങനെ ഒരു ധാരണ ഉണ്ടായതാണ്. പിന്നീട് ഇപ്പോൾ കെ സുധാകരൻ്റെ ഒരു പ്രതികരണം വന്നതോടുകൂടി ഇനിയിപ്പോൾ ചർച്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമാണ്. കെ സുധാകരൻ മാറാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലുള്ളത് വലിയ പ്രതിസന്ധിയാണ്. സുധാകരൻ ഇങ്ങനെ പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് സുധാകരനെ അങ്ങ് നീക്കാനുള്ള തീരുമാനമൊന്നും ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകില്ല. കെ സുധാകരനാണ് എങ്കിൽ വലിയ പിന്തുണ ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കെ സുധാകരൻ മാറിയാൽ പകരം ആരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ സുധാകരൻ
മാറുമ്പോൾ വരാനിരിക്കുന്ന പേരുകൾ എല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളെ കണ്ടെത്തി അവതരിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം മുല്ലപ്പള്ളി വന്നപ്പോൾ പോലും വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു, വലിയ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ മുറിവുണ്ടായിരുന്നുവെങ്കിൽ കൂടി സുധാകരൻ വന്നപ്പോൾ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു, സുധാകരനും എത്തി. പക്ഷേ അതുപോലെയല്ല, ഇനി മറ്റൊരാൾ വരുന്ന പേരുകളിലെല്ലാം തന്നെ എതിർപ്പുകളും വ്യാപകമായി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോകാനിരിക്കുമ്പോൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കണമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഒരു അഡ്ഹോക് കമ്മിറ്റി വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ പോരെ? ഇതൊക്കെ നിയന്ത്രിക്കാൻ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി, സുധാകരൻ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ചർച്ചകളും തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചില നേതാക്കൾ, കെ മുരളീധരനെ പോലെയുള്ളവരൊക്കെ നടത്തിയ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഫോട്ടോ കണ്ടാൽ നാട്ടുകാർക്ക് തിരിച്ചറിയാൻ പരുവത്തിനുള്ള ഒരാൾ വേണം KPCC അധ്യക്ഷനായി വരാൻ എന്നുള്ളതാണ്. തീർച്ചയായും വലിയ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഞാൻ അമലിലേക്ക് തിരിച്ചു വരാം. ഏറ്റവും ഒരുപക്ഷെ പ്രസക്തമായ പ്രതികരണം അമൽ പറഞ്ഞ പോലെ കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് വന്ന ആ പ്രതികരണം തന്നെയാണ്. അർജുൻ, ഡൽഹിയിൽ ചർച്ചകൾ കഴിഞ്ഞു. ഇപ്പോൾ KC വേണുഗോപാൽ കേരളത്തിലാണുള്ളത്. ചൊവ്വാഴ്ചയോടുകൂടി അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തും. അപ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു ചർച്ചകളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ അതിനെല്ലാം പാടെ തള്ളുക എന്ന് മാത്രമല്ല, ഇനി അഥവാ ഒരു ചർച്ചകൾ, ഒരു ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ റദ്ദാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കെ സുധാകരന്റെ പ്രതികരണം. ഞാൻ ഇവിടെയുണ്ട് എന്നുള്ള തരത്തിൽ. അതിനെ മറികടന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുക അത്ര എളുപ്പമായിരിക്കില്ല ഹൈക്കമാൻഡിന്. ആര്യ, തീർച്ചയായിട്ടും കോൺഗ്രസ് പോലെ ഒരു ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ടും പ്രത്യേകിച്ചും കോൺഗ്രസ് പോലൊരു പാർട്ടി ആയതുകൊണ്ടും തന്നെ ഈ ഒരു പ്രതികരണത്തിന് KPCC അധ്യക്ഷന്റെ നേരിട്ട് ഇത്തരത്തിൽ തൻ്റെ നേതൃമാറ്റ ചർച്ചകളെ, അഭ്യൂഹങ്ങളെ എല്ലാം തള്ളിക്കൊണ്ടുള്ള ഇത്തരത്തിലൊരു പ്രതികരണത്തിന് വലിയ രീതിയിലുള്ള മാനങ്ങളുണ്ട്. അത് ഉറപ്പായിട്ടും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇനി എളുപ്പത്തിൽ അദ്ദേഹത്തെ മാറ്റുക, മറ്റൊരാളെ അവിടെ ആ കസേരയിൽ കൊണ്ട് ഇരുത്തുക എന്നുള്ള ഒരു ദൗത്യത്തിന് മുകളിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ചും അടുത്ത ദിവസങ്ങളിൽ, ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ അതല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ, ഈ വരുന്ന ആഴ്ച തന്നെ സുധാകരൻ്റെ പേരിന് പകരം അല്ലെങ്കിൽ സുധാകരന് പകരം മറ്റൊരാളെ കൊണ്ട് ഈ കസേരയിൽ ഇരുത്തുക എന്നുള്ളൊരു ദൗത്യത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് കടന്നിരുന്നതാണ്. KC വേണുഗോപാൽ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ചൊവ്വാഴ്ചയാണ് മടങ്ങിയെത്തുക. അതിന് പിന്നാലെ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ്, ഒരു പ്രഖ്യാപനത്തിലൂടെ KPCC നേതൃമാറ്റം എന്നുള്ള കാര്യം സംഭവിക്കാൻ പോകുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ്, സൂചനകൾ തന്നെയാണ് എന്തായാലും ഡൽഹിയിൽ നിലനിന്നിരുന്നത്. കാരണം അത്തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും കഴിഞ്ഞ ദിവസം മെയ് 2-ാം തീയതി വിശാല കോൺഗ്രസ് പ്രവർത്തക സമിതി സമ്മേളനത്തിന് മുമ്പ്, യോഗത്തിന് മുൻപ് ഡൽഹിയിൽ നടന്നിരുന്നു. സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതാണ്. ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഏകദേശം 45 മിനിറ്റാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സുധാകരനോട് സംസാരിച്ചത്. അതിൽ അദ്ദേഹത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് ഒരു മാറ്റത്തിലേക്ക് പോകാം, പകരം ചില സ്ഥാനങ്ങൾ അല്ലെങ്കിൽ പകരം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് നൽകാമെന്നുള്ള കാര്യത്തിലടക്കം ഒരു ധാരണ എന്നുള്ള തലത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഹൈക്കമാൻഡ് കേട്ടിരുന്നു. പ്രത്യേകിച്ചും വലിയ രീതിയിൽ കേരളത്തിൽ പ്രചാരണം നടക്കുന്നുണ്ട്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് താൻ മാറുമെന്നുള്ളത്. ഒപ്പം തന്നെ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് എത്തി ഈ നേതാക്കളോടെല്ലാം തന്നെ ഒരു അഭിപ്രായം ആരാഞ്ഞപ്പോൾ ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തുടർ ചർച്ചകളും ആലോചനകളും ഒക്കെ നടക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായും അഥവാ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഉയർന്നു കേൾക്കുന്ന 2 പേരുകളാണ്. ഒന്ന് ആന്റോ ആന്റണി, രണ്ടാമത് സണ്ണി ജോസഫ്. താൻ KPCC അധ്യക്ഷനാകുമെന്നത് ഊഹാപോഹം മാത്രമെന്നാണ് ആന്റോ ആന്റണി MP-യുടെ പ്രതികരണം. KPCC-യിൽ നിന്നോ ഹൈക്കമാൻഡിൽ നിന്നോ ഇത് സംബന്ധിച്ച് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നും ആന്റോ ആന്റണി പറയുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരറിയിപ്പും എനിക്കിത് സംബന്ധമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. മറ്റ് ഒരു കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് കൂടുതലായിട്ട് പറയാനില്ല. കാരണം എനിക്കിതേ സംബന്ധിച്ച് യാതൊരു വിധമായ അറിയിപ്പും കോൺഗ്രസിൻ്റെ ഒരു തലങ്ങളിൽ നിന്നും ഹൈക്കമാൻഡിൽ നിന്നാട്ടെ ഒരു തലങ്ങളിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിതേ സംബന്ധിച്ച് 100% അജ്ഞനാണ്. അതുകൊണ്ട് അത്ര ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ഒരു പരാമർശം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രതികരണം ഇന്ന് വന്നത് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറേണ്ടതില്ല എന്ന് ആവർത്തിക്കുകയാണ് കെ മുരളീധരൻ. സുധാകരനെ മാറ്റണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകില്ല. നേതൃമാറ്റം ആവശ്യമാണെങ്കിൽ അക്കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നും കെ മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം മാറണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്കൽ ബോഡി ഇലക്ഷനും വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴൊരു മാറ്റം നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്കുണ്ട്. മാത്രമല്ല ഇതിലേക്കൊന്നും സമുദായങ്ങളെ വലിച്ചഴയ്ക്കാനും പാടില്ല. UDFൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായിനെ താഴെ ഇറക്കുകയാണ്. പക്ഷെ അതിന് പകരം ഇങ്ങനെയുള്ള ചർച്ചകൾ പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് അതൊക്കെ അവസാനിപ്പിച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മാറ്റണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ചെയ്തോട്ടെ.
ഇത് കഴിഞ്ഞും കെ മുരളീധരൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും അറിയുന്ന ഒരാളെ, പോസ്റ്റർ ഒട്ടിച്ചാൽ അറിയുന്ന ഒരാളായിരിക്കണം KPCC അധ്യക്ഷൻ എന്നുകൂടി കെ മുരളീധരൻ പറയുന്നുണ്ട്. അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ 9 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സുപ്രധാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തേക്ക് ചുവട് വെക്കുമ്പോൾ ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞ വിമർശനം കേൾക്കാതെ പോകരുത്. ആ രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ അണികളുടെ, പ്രവർത്തകരുടെയൊക്കെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കേണ്ടതല്ലേ പാർട്ടി? നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാൽക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ എന്നല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലെല്ലാം അങ്ങേയറ്റം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നേതാക്കന്മാരുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇതിപ്പോൾ തന്നെ മാറ്റണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ഇങ്ങനെ കെ സുധാകരൻ പറയുമ്പോഴും ഈ വാർത്ത വരുന്നത് വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് തന്നെയാണ്. മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല. കൃത്യമായി തന്നെയുള്ള ചർച്ച നടന്നിട്ടുണ്ട്. കെ സുധാകരൻ മാറി പകരം ഒരാൾ വരും എന്നുള്ളത് തന്നെയായിരുന്നു ഹൈക്കമാൻഡിൽ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ. പക്ഷേ അതിനുശേഷം കെ സുധാകരൻ്റെ പരസ്യ പ്രസ്താവന ഉണ്ടാകുന്നു. സുധാകരൻ മാറേണ്ടതായില്ല എന്നുള്ള കാര്യം മുരളീധരൻ ആവർത്തിക്കുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് ഒരു പരിപാടി സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണ്. KC വേണുഗോപാൽ അടക്കമുള്ളവരുണ്ട്. VD സതീശൻ കോട്ടയത്ത് നിന്നും ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. KC ആണെങ്കിൽ ആലപ്പുഴയായിരുന്നു, അവിടെ നിന്നും ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വൈകുന്നേരം ഒരു 5 മണി തൊട്ട് തിരുവനന്തപുരത്തുണ്ടാകും. ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും എല്ലാം നമ്മൾ പ്രതികരണം തേടും. ഓരോ നേതാക്കന്മാരും ഓരോ പ്രതികരണമാണ് നടത്തുന്നതെങ്കിൽ പിന്നീട് ഈ ഇതാകെ അങ്ങ് കുഴഞ്ഞു മറിയും. അതല്ല, കൃത്യമായി തന്നെ ഒരു നിലപാട് KC വേണുഗോപാലോ VD സതീശനോ ഒക്കെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിലൊരു വ്യക്തതയുണ്ടാകും. നിലവിൽ എന്തായാലും എടുത്തു ചാടി കെ സുധാകരനെ മാറ്റുന്ന തീരുമാനത്തിലേക്ക് നിലവിലെ അവസ്ഥയിൽ ഇന്നത്തെ പ്രതികരണത്തിന് ശേഷം കെ സുധാകരന്റെ പ്രതികരണത്തിന് ശേഷം പോകാൻ പറ്റും. നമുക്കൊപ്പം ഇപ്പോൾ മാധ്യമ പ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ചർച്ചകൾ നടക്കുന്നുണ്ട്. കെ സുധാകരനെ മാറ്റുമെന്ന ചർച്ചകൾ തുടങ്ങിയിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറച്ചു കാലമായി. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു നിർണായകമായ ഒരു കാലഘട്ടമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇത്തവണ തിരിച്ചു വന്നേ കഴിയൂ അധികാരത്തിൽ. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഈ രീതിയിലുള്ള ചർച്ചകൾ, പകരമുയർന്ന പേരുകൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ വളരെ ഡാമേജിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. താങ്കൾ എങ്ങനെയാണ് ഈ ചർച്ചകളെ കാണുന്നത്? ഒന്നാമത്തെ കാര്യം, ഇതൊന്നും കേരളത്തിലെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമുണ്ട്. ഒരു വർഷം, ആ ഒരു വർഷത്തിന് മുമ്പായിട്ട് കോൺഗ്രസിനെ സജ്ജമാക്കാൻ, UDF-നെ ശക്തിപ്പെടുത്താൻ ഒരു മാറ്റം ആവശ്യമാണെന്ന് ഹൈക്കമാൻഡിന് തോന്നിയാൽ, ഇത് നമ്മളൊന്നും തീരുമാനിക്കുന്നല്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കണം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു വർഷമുണ്ട്, ഒരു സഫീഷ്യൻ്റായിട്ടുള്ള ഒരു സമയമുണ്ട്. അപ്പൊ അതിന് ഒരു പുതിയൊരു പ്രസിഡന്റിനെ അവർ കൊണ്ടുവരും, ഇപ്പോഴത്തെ ആളിനെ മാറ്റിയിട്ട് കൊണ്ടുവരും. ഇനി അങ്ങനെയല്ല ഹൈക്കമാൻഡ് ചിന്തിക്കുന്നതെങ്കിൽ, നമ്മൾ ഈ പറയുന്നത് പോലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം കുഴഞ്ഞു മറിയുമല്ലോ എന്നൊക്കെ ആണെങ്കിൽ അവരത് വേണ്ടെന്ന് വയ്ക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിനോടകം തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് വരണം. ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കൊണ്ട്, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ പലയിടത്തും പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മോശപ്പെട്ട പ്രസിഡന്റ് ആയിരുന്നില്ല, നല്ല പ്രസിഡന്റ് ആയിരുന്നു, നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യമാണ് പ്രശ്നം. ആരോഗ്യം പ്രശ്നമല്ലെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആരോഗ്യം പ്രശ്നമാണെന്നുള്ള അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഒരു പുതിയ ഒരാളുടെ വരും. ഇപ്പൊ മുരളിയോ കെ സുധാകരനോ അല്ലെങ്കിൽ ശശി തരൂറോ പറയുന്നത് കൊണ്ട് മാത്രം ഒന്നും എടുത്ത തീരുമാനം ഒന്നും ഹൈക്കമാൻഡ് മാറ്റുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ എന്താ ഹൈക്കമാൻഡിന് വേണ്ടി തീരുമാനിക്കാം. താങ്കൾ പറഞ്ഞൊരു കാര്യം അത് തീർച്ചയായും, കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് പരിഗണിക്കേണ്ടത് തന്നെയാണ്. ആ രീതിയിൽ പകരം ഒരാൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുണ്ടല്ലോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അത് ആ പേരുകൾ മതിയോ കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കാൻ എന്നുള്ളതാണ്? അവരൊക്കെ എത്രത്തോളം ക്രൗഡ് പുള്ളേഴ്സ് ആണ്? ഇപ്പം താങ്കൾ പറഞ്ഞു ഒരു വർഷം മതി സജ്ജമാക്കാൻ, പക്ഷെ ആ ഒരു വർഷം കൊണ്ട് സജ്ജമാക്കാൻ പ്രാപ്തിയുള്ളവരാണോ എന്ന് മുതിർന്ന നേതാക്കൾ തന്നെ ചോദിക്കുകയാണ്. കെ മുരളീധരൻ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ പോസ്റ്റർ ഒട്ടിച്ചാൽ അണികൾ തിരിച്ചറിയുമോ അവരുടെ മുഖമെന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ചോദിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന പലരും രാഷ്ട്രീയത്തിൽ നേതൃസ്ഥാനത്തേക്കൊക്കെ വരുമ്പോഴേ ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ അറിയാമായിരുന്നു എന്നൊക്കെ ഉള്ളതൊന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഇതിനകത്തൊരു കക്ഷിയൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കോൺഗ്രസ് ഇപ്പൊ ചിന്തിക്കുന്നത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാള് വരണമെന്നുള്ളതാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ വരണമെന്നൊന്നും നിർബന്ധമില്ല, കാരണം എനിക്ക് അതിനോട് യോജിപ്പില്ല. ഈ പാർട്ടി ആർക്കാണ് ഏറ്റവും നന്നായിട്ട് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് വരേണ്ടത്. പക്ഷെ ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന്, അതായത് ആന്റണി ഏതാണ്ട് നിശബ്ദനാണ്, ഉമ്മൻചാണ്ടി കടന്നുപോയിരിക്കുന്നു, അങ്ങനെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ അങ്ങനെ ഒരു നേതാവ് വേണം. അതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ കാര്യമായ ഷിഫ്റ്റ്
ചെറിയ തോതിലെങ്കിലും. ആ കാര്യമായ എന്ന് പറയുമ്പോൾ വലിയ തോതിൽ ഞാൻ പറയുന്നില്ല, പക്ഷെ ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു. ആ ഷിഫ്റ്റിനെ തടയാൻ പറ്റുന്ന ഒരാള്. അപ്പം താങ്കൾ ചോദിക്കുന്നു ഇതിനിപ്പോ പറഞ്ഞ പേര് പറയുന്നതൊക്കെ പിന്നെ ശരിയായ ആളുകളാണ്. ഇപ്പൊ ആന്റോയുടെ പേര് പറയുന്നു, അതിനെ സണ്ണി ജോസഫിന്റെ പേര് പറയുന്നു, റോജിയുടെ പേര്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഒരു നേതാവ് ഇപ്പൊ ആരാ ഉള്ളത്? ഒരാളെ എന്ന് പറഞ്ഞ് KPC പ്രസിഡന്റ്. ഇപ്പൊ അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വേണമെന്ന് തീരുമാനിച്ചു കഴിക്കാൻ വേറെ ആരാ ഉള്ളതെന്ന് പറഞ്ഞു. അത് ആ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് മതി എന്നൊരു തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാതെ പേരുകളിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് K മുരളീധരനെ പരിഗണിക്കാത്തത്, ഷാഫി പറമ്പിലിനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ്, അടൂർ പ്രകാശിനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നിങ്ങൾ ഷാഫി പറമ്പിലിനെ പരിഗണിച്ചോണ്ട് എന്തായിരിക്കും ഇവിടെ പറയാ? എല്ലാം ന്യൂനപക്ഷ സമുദായം കൊണ്ടുപോയി. ഇപ്പൊ ഇവിടെ ഇന്നത്തെ നിലവിലെ സാഹചര്യത്തില് പിന്നെ ഭൂരിപക്ഷ സമുദായത്തിന് ഒരു റോളില്ല. അപ്പം പിന്നെ നിങ്ങൾ മുരളിയെ തീരുമാനിക്കുന്നത്, മുരളിയെ തീരുമാനിച്ചാൽ എന്താ പറയാ? പ്രതിപക്ഷ നേതാവ് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളാണ്, ആ സമുദായത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഇപ്പൊ വീണ്ടും പ്രസിഡന്റായിട്ട് വരുന്നത്. ഇങ്ങനെയല്ലേ നമ്മളെല്ലാം പറയാൻ പോകുന്നത്, അങ്ങനെയല്ലേ ചർച്ചകൾ വരാൻ പോകുന്നത്. അപ്പൊ അവര് ഹൈക്കമാൻഡ് ഇവിടുത്തെ സാമുദായികമായ ആ അവസ്ഥകൾ നോക്കിയിട്ട് അതിനകത്തൊരു ഒരു ഒരു ഇതിനു വേണ്ടിയാണ്, ഒരു സമതുലിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പറയുന്നത്. പറഞ്ഞാൽ പിന്നെ ആരാ നമ്മുടെ മുരളി മോശമെന്ന് ഞാൻ പറയുന്നില്ല, ഷാഫി പറമ്പിൽ മോശമെന്ന് പറഞ്ഞില്ല. ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന എന്തായിരിക്കും ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, മാധ്യമങ്ങൾ എന്തായിരിക്കും പറയാ? നമുക്കൊക്കെ വളരെ രസമാണ് ഇങ്ങനെ ഒരാൾ വന്നു കഴിയുമ്പം ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ചോ 3 പേരിൽ ഒരാളെ കുറിച്ചോ പറയാൻ എളുപ്പമാ. അവർക്ക് പല പല കാര്യങ്ങൾ, പല പിന്നെ പിന്നെ ഘടകങ്ങൾ ആ ഒരു തീരുമാനത്തിന് മുമ്പ് എടുക്കേണ്ടി വരും. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ KPC പ്രസിഡന്റുമാരൊക്കെ അങ്ങനെയുള്ളവർ മാത്രമാണോ വന്നിട്ടുള്ളത്? ആരും പ്രതീക്ഷിക്കാത്ത KPC പ്രസിഡന്റുമാർ വന്നിട്ടില്ല, പലരും സക്സസ് ആയിട്ടില്ലേ? അതൊക്കെ ഓരോരുത്തർ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ AOBO 3 പേരുടെ പേരാ കേൾക്കുന്നത്. ഇതിലാരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതിൽ ആര് വന്നാലും അല്ലെങ്കിൽ വേറൊരാൾ വന്നാലും ഞാൻ ചോദിച്ചോട്ടെ, എന്താ നിങ്ങളെന്താ പിന്നെ PC വിഷ്ണുവിന്റെ പേര് പറയാത്തത്? PC വിഷ്ണു ഒരു നല്ല കാൻഡിഡേറ്റ് അല്ലേ? എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരല്ലേ? എന്താ PC വിഷ്ണുവിന്റെ പേര് പറയാത്തത്? ഞാൻ പറഞ്ഞത് നമ്മള് ഒരാളുടെ പേര് പറയുമ്പോൾ ഉടനെ വരും. നിങ്ങൾ കണ്ടോ, ഭൂരിപക്ഷ സമുദായത്തിലുള്ള ഒരു മതിയോ കോൺഗ്രസിന്? ഒരേ സമുദായം, ഭൂരിപക്ഷ സമുദായമല്ല, അതിലെ ഒരേ സമുദായം. ഞാൻ പറയുന്നത് മുരളിയാണ് ഏറ്റവും നല്ലെങ്കിൽ വിഷ്ണുവാണ് ഏറ്റവും നല്ലെങ്കിൽ അവരെ തന്നെ ആക്കണമെന്നാ. പക്ഷെ അവര് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇതുവരെയുള്ള പാരമ്പര്യവും ചരിത്രവും വെച്ച് നോക്കുമ്പോൾ അവർ പല ഘടകങ്ങളും നോക്കും. അങ്ങനെ ആയിരിക്കാം ഈ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് എന്നുള്ളത് വരുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ഒരു സമുദായത്തെ കൊണ്ടുവന്നതിനോട് യോജിപ്പൊന്നുമില്ല. പിന്നെ നിങ്ങൾ കുറെ ആളുകൾ ഇരുന്നുകൊണ്ട് മാറണ്ട. ഇപ്പം മുരളി ചോദിച്ചു, ഞങ്ങളാരും ആവശ്യപ്പെടുന്ന ആരെയും ഞങ്ങളാരും ആവശ്യപ്പെട്ടില്ല എന്ന് മുരളീധരൻ ചോദിക്കുന്ന ആരെയും ഞങ്ങളാരും കേരളത്തിൽ നിന്നുള്ള നല്ല ബഹുഭൂരിപക്ഷം ആളുകളും KPC പ്രസിഡന്റ് മാറ്റണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുക. ഇതാണ് വസ്തുത. നമുക്കിപ്പോ അതിനകത്ത് ഒരു തീരുമാനം ഉള്ളതിൽ ബെസ്റ്റ്. അത് നമുക്ക് ചിലപ്പോൾ അത് ബെസ്റ്റായിട്ട് തോന്നത്തില്ല. പിന്നെ ഹൈക്കമാൻഡിന് തോന്നുന്നത് അവർ തീരുമാനിക്കും. ആരാണോ മാറ്റുന്നെങ്കിൽ മാറ്റുന്നെങ്കിൽ ആരാണെന്നുള്ളത് അവർ തീരുമാനിക്കും. അപ്പൊ ഈ ആഴ്ച എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുന്ന എന്റെ വിചാരം. നീട്ടിക്കൊണ്ട് പോകരുത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നീട്ടിക്കൊണ്ട് പോയാൽ തെരഞ്ഞെടുപ്പ് എടുക്കാൻ ഈ ഒരു വർഷം ഉണ്ട്. അതിനു മുമ്പ് പാർട്ടിയെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ, ഒന്നിച്ചു നിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരണം. അതാണ് പാർട്ടിക്ക് നല്ലത്. ശരി, വളരെയധികം നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം സംസാരിച്ചതിന്. അദ്ദേഹം പറഞ്ഞ പോലെ ഹൈക്കമാൻഡ് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ഒരു പ്രഖ്യാപനം അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കത്തോലിക്ക സഭയിൽ നിന്ന് ഒരാൾ വരണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് KCBC പറയുന്നത്. ഈ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സഭയുമായി ഒരു ആലോചനയും നടത്തിയിട്ടില്ല. പ്രസിഡന്റ് ആരാകുമെന്നത് താല്പര്യമുള്ള വിഷയമാണ്. പക്ഷേ കോൺഗ്രസിനെ നിയന്ത്രിക്കാനോ നയിക്കാനോ സഭ ഇടപെടാറില്ല എന്ന് KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സഭയ്ക്ക് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാരവാഹികൾ ആരായിരിക്കണം എന്നൊക്കെയുള്ളത് രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മൾ സഭയല്ല തീരുമാനിക്കുന്നത്. നമ്മൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഈ KPCCയുടെ പുതിയ അധ്യക്ഷൻ സംബന്ധിച്ച് കത്തോലിക്ക മെത്രാൻ സമിതിയായിട്ട് എന്തെങ്കിലും ആലോചനകൾ നടത്തിയിട്ടുണ്ട്? ഇല്ല, ഒന്നും നടത്തിയിട്ടില്ല. കോൺഗ്രസ് നേതൃത്വവുമായി നമ്മൾ എന്തെങ്കിലും പേരുകൾ നിർദ്ദേശിക്കുക, അവർ അങ്ങനെ സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഇല്ല. നമ്മുടെ KCBCയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള യാതൊരു നിലപാടുകളും ഉണ്ടായിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. മെത്രാൻ സമിതി ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നയ തീരുമാനങ്ങളിലേക്കൊന്നും ഇടപെടാറില്ല. പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അധ്യക്ഷൻ ആരാകുന്നു എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള വിഷയമാണ്. പക്ഷേ അതൊരിക്കലും ആ പാർട്ടിയെ നയിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും സഭ ഇടപെടുകയില്ല. അത് പാർട്ടിയുടെ ആന്തരികമായിട്ടുള്ള അവരുടെ ഉൾപാർട്ടി കാര്യങ്ങളാണ്. അപ്പോൾ അത് പാർട്ടി തീരുമാനിക്കും. പാർട്ടിക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അവർ ചെയ്യട്ടെ.
അമൽ തേരമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലയളവിൽ തൃക്കാക്കര, പുതുപ്പള്ളി, അത് കഴിഞ്ഞ് പാലക്കാട്, ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടേക്ക് അവേ ഒരു സെക്കൻഡ് ജനറേഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന, വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു രണ്ടാം നേതൃനിര ഉണ്ടായിട്ടുണ്ട്. ഒരു കുറേ ചെറുപ്പക്കാർ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്ന രീതിയിൽ പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയൊരു മാറ്റമാണ്. അപ്പൊ ആ രീതിയിൽ ആ ജനറേഷനിൽ നിന്ന് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്? പരിഗണിക്കുമോ അമൽ? അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു. റോജി എം ജോണിന്റെ പേരൊക്കെ കേന്ദ്രീകരിച്ച ഒരു ചർച്ച നടന്നു. പക്ഷേ റോജിക്ക് നിലവിൽ താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് തീരുമാനം എന്തെടുത്താലും അംഗീകരിക്കുമെന്നൊക്കെ എല്ലാ നേതാക്കന്മാരും പറയുന്നത് പോലെ ഒരുപക്ഷെ റോജിയും പറഞ്ഞേക്കാം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ് റോജിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ റോജി നമ്മളോട് പറയുന്നത്. നേരത്തെ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞു വെച്ചതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഈ നേതാക്കളുടെ പ്രാധാന്യമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിലും കപ്പാസിറ്റിയുള്ള പാൻ കേരള ലീഡറായിട്ടുള്ള പല ആളുകൾ പാർട്ടിയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഒരാളെ വെക്കണം എന്നുള്ളത് തന്നെയാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗിനെ പറ്റി കൃത്യമായി ഒരു പഠനം നേരത്തെ കോൺഗ്രസിൻ്റെതായി ഇവിടെ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി കടന്നുപോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ AK ആന്റണി ആണെങ്കിൽ കാര്യമായ പ്രതികരണങ്ങളോ പ്രസ്താവനകളോ ഒന്നുമില്ല. KPCC ഓഫീസിൽ വൈകുന്നേരം വരുന്നതല്ലാതെ പ്രത്യേകിച്ച് സജീവമായി AKയുടെ ഇറക്കമില്ല. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ആൾ പോകുന്നു. KV തോമസ് പാർട്ടി വിട്ടു, PC ചാക്കോ പാർട്ടി വിട്ടു. PJ കുര്യനാണ് പിന്നെയും ഈ സഭാ സംവിധാനങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ. PJ കുര്യനും അങ്ങനെ അങ്ങ് സജീവമായി രംഗത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ പിന്നെ ആരെ എന്നുള്ളതാണ്. ഈ സഭാ സംവിധാനങ്ങളെ കോൺഗ്രസിന് കൈകാര്യം ചെയ്യാൻ ഒരു നേതാവില്ലാതെ പോയി. ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ ഒരു കോൺഗ്രസിന് ഒരു നേതാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മധ്യ കേരളത്തിലെ സീറ്റുകൾ പോയതാണ് കോൺഗ്രസിന് ഇത്ര വലിയ തിരിച്ചടി, UDFന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. കേരള കോൺഗ്രസ് മുന്നണി വിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ വിഭാഗത്തിൽ നിന്നും ഒരാളെ കൊണ്ടുവരണം. ആ വോട്ടുകൾ തിരിച്ച് സമാഹരിക്കാനായി അവരുടെ കൂടി ഒരാൾ നേതൃനിരയിൽ ഉണ്ട് എന്ന് ആ വിഭാഗത്തിന് കൂടി ഒരു തോന്നൽ ഉണ്ടാക്കണം. അത് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു അധ്യക്ഷനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ശരി അമൽ. KPCC അധ്യക്ഷ മാറ്റത്തെ ചൊല്ലി ആലുവയിൽ പോസ്റ്ററുകൾ. ആന്റോ ആന്റണിയും സണ്ണി ജോസഫും അല്ല നയിക്കേണ്ടതെന്നാണ് പോസ്റ്ററിന്റെ ഉള്ളടക്കം. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ആലുവ ബസ് സ്റ്റാൻഡിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഫോട്ടോ കണ്ടാൽ സാധാരണ പ്രവർത്തകർ പോലും തിരിച്ചറിയാത്തവരല്ല പാർട്ടിയെ നയിക്കേണ്ടതെന്ന് പോസ്റ്ററിൽ പറയുന്നു. ഇന്ന് രാവിലെയാണ് പോസ്റ്ററുകൾ കണ്ടത്.